നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊറേ കാലത്തിന് ശേഷം ശരിക്കും നല്ലൊരു കാലത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും കാണുന്നത്. ഞങ്ങൾ കുറെ സ്ഥലത്തൊക്കെ ഇടയിൽ പോയായിരുന്നു, ചിലത് വീഡിയോ എടുത്തായിരുന്നു. പക്ഷെ ആയി ഇത് ബേബി ഒക്കെ ആയിട്ട് ഫുള്ള് തിരക്കായി. ഇത് ബേബി അല്ല, അപ്പൊ അതുകൊണ്ട് വീഡിയോ ഒന്നും കൃത്യമായിട്ട് ഒരു കൺസിസ്റ്റൻസി ആയിട്ട് ഇടാൻ പറ്റാറില്ല. അപ്പൊ വിചാരിച്ചു ഇനി ഇപ്പൊ ഒന്ന് ഒരു വീണ്ടും ഒരു ന്യൂ സ്റ്റാർട്ട് നമ്മുടെ ചാനലിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അതെ, കുഞ്ഞു കുട്ടി വീഡിയോസുമായിട്ട് നമുക്ക് അപ്പൊ വീണ്ടും കാണാം. അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുള്ളത് എവിടെ അറിയോ? ഇതുവിന് കൊറേ ആനിമൽസിനെ കാണാൻ വേണ്ടിട്ട് ഒരു ഫാമില് അല്ലേ? അതെ, കോളിംഗ്വുഡ് ചിൽഡ്രൻസ് ഫാം. ഇത് ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കാം. ഇവിടെ വന്നിട്ട് പശുവിനെ കാണാം, താറാവിനെ കാണാന്നൊക്കെ പറഞ്ഞിട്ട്, കുതിരയെ കാണാം, പിന്നെന്താ കാണാം, ഷീപ്പിനെ കാണാം അല്ലേ? അപ്പൊ അതിനൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാണ്. നമ്മള് ടിവിയിൽ മാത്രം അല്ലെങ്കിൽ വീഡിയോ കാണുമ്പോ മാത്രമേ കാണുന്നുള്ളൂ. നേരിട്ട് ഈ മൃഗങ്ങളൊന്നും ഇത് കാണണേ ഇല്ല. നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പശുവിനെ കാണാനും ആടിനെ കാണാനും ഒരു ബുദ്ധിമുട്ടില്ല. നേരെ പിന്നെ ഞാൻ പാടത്തൊക്കെയാണ് ഇറങ്ങിയാൽ മതി. അപ്പൊ ഇവിടെ ആകുമ്പോഴും അതിനതൊക്കെ കാണണ്ടേ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ഫാമിലേക്ക് വരാന്ന്. നമ്മളിവിടെ ഈ കോളിംഗ്വുഡ് ചിൽഡ്രൻ ഫാമിലിക്ക് എൻട്രി ചെയ്യാൻ തന്നെ നേരെ ഒരു കഫേയാണുള്ളത്. നമുക്ക് അത്യാവശ്യം കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ തൊട്ടടുത്ത് ഫസ്റ്റ് കാണുന്നത് കോഴികളെയാണ്. അപ്പൊ ഇത് പോയിട്ട് അവിടെ കൗണ്ട് ചെയ്യായിരുന്നു എത്ര ഉണ്ടെന്നൊക്കെ. എന്നാലും ഇതൊരു 5 വരെ മാക്സിമം കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ, അതുവരെ കൗണ്ട് ചെയ്തു. ഈ ഭാഗത്തൊരു ബോർഡ് ഉണ്ട്. നമുക്ക് ഏരിയയിലൊക്കെ പോയാൽ എന്തൊക്കെ സാധനങ്ങൾ അവിടെ ഉള്ളത്, ഒരു ദിവസം എന്തൊക്കെ ആക്ടിവിറ്റി ആണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ ഓരോന്നിനെ ഫീഡ് ചെയ്യണതുണ്ടാവും, അതിനെ കുളിപ്പിക്കുന്ന സമയം ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് കയ്യിൽ പിടിച്ചിട്ട് തൊടാനൊക്കെ സമയമൊക്കെയുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോന്നിൻ്റെ സമയമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതിനനുസരിച്ചിട്ട് നമുക്ക് ആ ഭാഗത്ത് പോയാൽ അതിലും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നമ്മളെ ഇതുവരെ കാണാത്ത ഒരു മൃഗം, മറ്റത് മയിലിനെ കണ്ട് എപ്പോഴും പിന്നെ രാവിലെ അതിന്റെ കോഴിയുടെ ഹൂക്കല്ല മയിലിന്റെ ശബ്ദം കേൾക്കാൻ എണീക്കാം. എപ്പോഴും മയിലിനെ കാണില്ല, ഇത് മറന്നുണ്ടാവും. അവിടെ ഞങ്ങൾ വന്നത് ഞങ്ങളെ വെൽക്കം ചെയ്യാൻ നല്ലൊരു അടിപൊളി മയിലുണ്ട്. ഹായ് മയിലേ, എന്താ കാണണ ഇത്? എത്ര ആടിന്റെ? 1 2 ആടിന്റെ കാണണ്ടല്ലേ? ഹലോ, വലിയ ആട്. നമ്മുടെ നാട്ടിൽ കാണണൊക്കെ എത്തിച്ചേർന്നല്ലേ? അവിടുത്തെ 2 ആടിനെ വെച്ചിട്ട് അതിന്റെ ഒന്ന് ഇവിടെ ഒരാളും കൂടി ഉണ്ട്. അവിടെ കിടന്നുറക്കണു. 3ാമത്തെ ആട് ബാബാബോ. എന്താ ഇത് ചെയ്യണ അവിടെ? ബാബാബോ എന്താ വെച്ചാൽ കുട്ടികൾക്ക് കുറച്ച് പ്രകൃതിയായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. നാട്ടിൽ നമ്മൾ ഫുൾ മണ്ണിലും ചളിയിലൊക്കെ കടന്ന് കളിച്ചിട്ട് ഇവള് വീട്ടിൽ നിന്ന് ഇറങ്ങണു, നേരെ ചൈൽഡ് കെയറിൽ പോകണു, തിരിച്ചു വരണു. ഇടയ്ക്ക് പാർക്കിൽ പോലല്ലാതെ വേറെ ഒന്നും ഒരു കാര്യമായിട്ട് ഇറക്കണില്ലല്ലോ. അപ്പോൾ തോന്നി ഇവിടേക്ക് വരാതെ. എന്തായാലും ആ വിൻ്ററൊന്ന് കഴിഞ്ഞ് കുറച്ച് നല്ലൊരു എന്നുവെച്ചാൽ നല്ല സണ്ണി ആയിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഇന്ന് ഫാമിൽ ഇവിടെ നല്ല തിരക്കാണ്. എത്ര തരം ഞങ്ങൾ 9:30ക്കാണ് ഈ ഫാം തുറക്കുക. 9:30 മുതൽ 4:30 വരെയാണ്. 4 മണിയാണ് ലാസ്റ്റ് ആളുകൾക്ക് ഉള്ളിൽ കയറാനുള്ള സമയം. അപ്പോൾ 9:30 to 4:30 വരെ കയറാം. എല്ലാ ദിവസവും ഉണ്ട്. പബ്ലിക് ഹോളിഡേയ്സിലും ഈ ഫാം തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഒരു വലിയ ആളുകൾക്ക് $18, 2 വയസ്സിന് മീതുള്ള കുട്ടികൾക്ക് $8 ഉള്ളിലേക്ക് കിടക്കാനുള്ള ഫീസ്. അപ്പോൾ അത് കൊടുത്തു നമ്മൾ ഉള്ളിൽ കടന്നു. ഇതൊക്കെ ഇതിന് പ്രത്യേകിച്ച് ഒരു എക്സ്പീരിയൻസ് അല്ലേ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും മൃഗങ്ങളുടെയൊക്കെ അടുത്ത് പോകാനും നേരിട്ട് കണ്ടറിയാനും ഒക്കെ കുട്ടികൾക്ക് നല്ലതാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലത്തെ ഫാമിലേക്കൊക്കെ കൊണ്ടുവരണത് നല്ലതാണ് തോന്നി. അങ്ങനെ എന്തായാലും ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഇത് എന്തായാലും എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പാമ്പുകളുണ്ട്, അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പാമ്പൊക്കെ ഉണ്ടാവുമോ നേരിട്ട്. നേരെ മുമ്പിൽ കാണുന്നത് തേനീച്ച വളർത്തൽ. ഇവിടെ ഉണ്ടാക്കണ ഹണി വിൽക്കാനും ഇവിടെ മുമ്പിൽ കണ്ടായിരുന്നു. ഇതിൽ നല്ല തേനീച്ചകളുണ്ട് കണ്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരണേ. ഇതു എന്താ വേണ്ടേ? ഇതിന് ആരെ കാണണ്ടേ? കൗവാണോ കാണണ്ടേ? ഇതിന് ആടിനെ കണ്ട് പോരാ. എന്താ കാക്കല്ല, മൈന. കുട്ടികളെ പോയിട്ട് തൊടിയാണ്. എവിടെ കോഴി? എവിടെ? എത്ര കോഴി ഉണ്ട്? ഇത് എവിടെ കോഴി മണ്ണിൽ കളിക്കുകയാണല്ലേ? അവിടെ ഉണ്ടോ? അവിടെ പോയി നോക്കി നോക്കൂ, അവിടെ ഉണ്ടോന്ന്. ഗിനിപ്പിക്കാണ് സത്യം പറഞ്ഞ. ഞാൻ ഇതിനെ ഇത്ര അടുത്ത് കണ്ടിട്ടില്ല കേട്ടോ. കണ്ട പിക്കിന്റെ പോലെ, പക്ഷെ എന്താ ഒരു എന്താ പറയാ
രോമങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ ക്യൂട്ടായിട്ട് സ്ഥലം. മൂപ്പര് ഭക്ഷണം കഴിക്കാം അല്ലേ? ഇത് മമ്മ കഴിക്കല്ലേ? പതുക്കെ പറഞ്ഞേ, പതുക്കെ പതുക്കെ ഒരു ഉണ്ടായി നിർത്തുന്നുണ്ടോ? ഒരു ഇഷ്ടമാ. ഗിന്നി പിഗിനെ നമ്മൾ ശരിക്കും ഈ സയന്റിസ്റ്റുമാരും അവരൊക്കെ യൂസ് ചെയ്തതല്ലേ കണ്ടിട്ടുള്ളത്? ഞാൻ എന്താ ഗിനി പന്നിയോ അതിടയ്ക്ക് തമാശക്ക് ചോക്കലാണ്. അതുപോലെ എന്തായാലും അതിന് തൊട്ട് തലോടി കുറച്ചു നേരം. ഇതിന് പോരണമെന്നുണ്ടായിരുന്നില്ല, വാശി പിടിച്ചു പൊക്കി കൊണ്ടുവന്നതാണ്. ഇനി അടുത്തത് പശുവിന്റെ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. ഓ ഒരാൾ സ്റ്റൈലായേ, സ്റ്റൈൽ. താറാവുണ്ട്, ഗീസ് കൊറേ ഉണ്ടല്ലേ. നമ്മുടെ സാധാ താറാവല്ലോ, മറ്റേ വലിയ താറാവ്. നോക്ക ഇതാ എങ്ങനെ പാട്ട് പാടാ? താറാവേ താറാവേ നീന്തി നടക്കും താറാവേ. നമ്മളപ്പോ കോഴിയെ കണ്ടു, താറാവിനെ കണ്ടു, മയിലിനെ കണ്ടു, പിന്നെ ഗിന്നി പിഗിനെ കണ്ടു. ഇനി നമ്മള് ചെമ്മരിയാടുണ്ട്, കുതിരണ്ട്, പിന്നെ പശുവുമ്പുണ്ട്, എല്ലാവരും കാണാൻ വേണ്ടി പോവാണ്. ഇതുകൊണ്ട് പശുവിനെ കാണാൻ പറഞ്ഞ വന്നു പറഞ്ഞ കാവു കാവു പറഞ്ഞ പശുവിനെ കാണാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക. ഈ ഭാഗം നല്ല രസം കേട്ടോ. ഇവിടെ നിറയെ മരങ്ങളൊക്കെ ആയിട്ട്. ഇത് ശരിക്കും സിറ്റിയുടെ അടുത്ത് തന്നെയാണ്, പക്ഷെ നല്ല ഭംഗിയുള്ള കുറെ പച്ചപ്പൊക്കെ കാടിനിടയിലുള്ള പോലത്തെ ഒരു സ്ഥലം. ഈ ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ പുറത്ത് പോയാൽ അങ്ങനെയൊന്നുമല്ല, പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഭാഗം നല്ല രസമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ശരിക്കും ഒരു ഫാമിൻ്റെ ഉള്ളിൽ നമ്മൾ തന്നെ എത്തിപ്പെട്ട പോയ നല്ല തിരക്കാ. എത്ര ആളുകളാ കുട്ടികളെയും കൊണ്ട് വന്നിട്ടറിയോ? നിറച്ച ആളുകളാണ്. ഇത് പോവാ നമുക്ക്. അച്ഛാ വരൂ, വരാം. കുടിക്കാൻ വേണ്ടിട്ടാ ഒന്ന് ബാബ ഇന്നൊക്കെ ഇവിടെ നോക്കാം. കണ്ടോ അത് നോക്കിട്ടൂലേ? ബാബ ബ്ലാക്ക് ഷീപ്പ്, ബാബ വൈറ്റ് ഷീപ്പ് എന്ന് പഠിക്കണം. നമുക്ക് അയ്യടാ നല്ല ക്യൂട്ടാണ് കേട്ടോ അല്ലേ? ക്യൂട്ടാണല്ലേ ലാമ്പ്? ക്യൂട്ട് ലാമ്പ്. മമ്മ കഴിക്കാണേ. എന്താ കഴിക്കണേ? പുല്ല് തിന്നാണ് അല്ലേ? വരൂ. ബാബയെ കണ്ടോ? ബാബ എന്താ ചെയ്തായിരുന്നേ? മമ്മ കഴിക്കായിരുന്നു. ഇതിന് മാമ കഴിക്കണോ? വെച്ചിക്കാൻ തുടങ്ങിയോ? അച്ഛയാ തരാം കേട്ടാ, മാമ തരാം. ഒരാൾക്ക് ബാബ ബ്ലാക്ക് ഷീപ്പ് മമ്മ കഴിച്ചപ്പോ അവനവനും മമ്മ വേണം വേണ്ട സ്ട്രോബെറി കഴിക്കാണ്. ഇതു അല്ല ഇതു? ആ ഇതാ ഇതുവരെ നോക്കണു. ഇതു over this side, over there, and then maybe we can feed it to the spot. ഇതിപ്പോ മെൽബൺ സിറ്റിയുടെ അടുത്ത് തന്നെയാണ് ഈ കോളിംഗ് ഫുഡ് ചിൽഡ്രൻസ് ഫാം. ഇവിടെ വരുമ്പോൾ എല്ലാവർക്കും, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇവിടെ വന്ന് കാണാനും മനസ്സിലാക്കാനും പറ്റും. പിന്നെ ഇതുപോലെ ബർത്ത്ഡേ പാർട്ടീസ് ഒക്കെ ഇവിടെ നടത്താനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കണ്ടു. അങ്ങനെയും ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലും ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യമായിരുന്നു. മുമ്പൊക്കെ ഇപ്പൊ നമ്മുടെ കുട്ടിക്കാലത്ത്, എന്റെയും സൈന്റെയും കുട്ടിക്കാലത്ത്, അല്ലെങ്കിൽ അതിലും അച്ഛൻ്റെ അമ്മയുടെയും കുട്ടിക്കാലത്ത് പറഞ്ഞാൽ അവിടെ ഇതിന്റെ ഒരു ആവശ്യമില്ല. എപ്പോഴും നമ്മള് ഗ്രാമത്തിൽ ഈ പശുവിന്റെയും ആടിന്റെയും കോഴിയുടെ ഒക്കെ ഇടയിൽ തന്നെയാണ്. പക്ഷെ ഇപ്പൊ കുറെ സിറ്റുവേഷൻ മാറിയില്ലേ? കുറെ അധികവും പലരും പല സ്ഥലങ്ങളിലാവും, സിറ്റിയിലാവും. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാമത്തിൽ പോകാനോ ഇതൊക്കെ അടുത്തറിയാനൊക്കെ ഉള്ള സാധ്യത കുറഞ്ഞു വരികയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ കുറെ സെറ്റപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് സൂല് പോയിട്ട് മൃഗങ്ങളെ കാണുന്ന പോലെ കുട്ടികൾക്ക് ഇതുപോലെ ഫാമിലേക്ക് വന്നിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരം. അതെനിക്ക് നാട്ടിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ പോകാൻ പറ്റുന്നു. കുട്ടികളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ്. 4 വർഷം ബഹളമായാണ്. എല്ലാവരും ഫുൾ ഫ്രീ ആണല്ലോ. മൃഗങ്ങളുടെ അടുത്ത് പോണു, തൊടുന്നു, എൻജോയ് ചെയ്യാണ് എല്ലാവരും. അമ്മ വരാം, വാ. വർഗടോ അപ്പൊ അമ്മയെ പറഞ്ഞിട്ട് പാറ്റി നോക്കാം. എത്ര ആടുകളല്ലേ? അവിടെ വേറെ ആട് കിടന്നുറങ്ങണു. എത്ര ആടാ? ഇവിടെ ഇരുന്ന് ഉറങ്ങണു അല്ലേ? എവിടെ ഇരുന്ന് ഉറങ്ങണ നോക്കിയൊക്കെ ഇതിന് മോള്
ഇത് കൊക്കോനെ പാറ്റ് ചെയ്യാറില്ലേ എങ്ങനെ ടമ്മി റബ്? ഇതിനേക്കാളും അമ്മയാണ് എൻജോയ് ചെയ്യണത്. ഇതിനൊരു സംശയമുണ്ട്, ഞാൻ തൊടണോ? ഒരു ചെറിയൊരു പേടി അല്ലേ? എനിക്ക് എന്താ അറിയില്ല, പണ്ടും അതെ ഇപ്പോഴും അതെ ഇതിനോട് വലിയൊരു പ്രതിപത്തില്ല. പന്നികളോട് എന്താ അറിയില്ല. ബാക്കിയുള്ളതിനൊക്കെ വലിയ താലോലിക്കുന്ന പോലെയുള്ള പശു ആടൊന്നും കുഴപ്പമില്ല, പക്ഷെ പിഗ്, അതെ പിഗ്, അതെ ആ ശബ്ദം എങ്ങനെ ഉണ്ടാക്കാത്ര ഓയിങ്ക് ഓയിങ്ക് അല്ലേ? ഓയിങ്ക് ഓയിങ്ക്. പന്നി ഒരു ഫാം ആനിമൽ ആയിട്ട് തോന്നുന്നില്ല അല്ലേ നമുക്ക്? നമുക്കത് അറിയില്ല, അത് ബണ്ണിയല്ലേ. ഒരാള് വാശി പിടിക്കണം എടുക്കണം എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോ എടുത്ത് നടക്കണം അത്രേ. എന്താ അങ്ങനെ ഇത് കുതിരയെ കണ്ടു. നേരെ നോക്ക് ആരൊക്കെയാ. ഓ ഇതിന്റെ ഫേവറേറ്റ് കാവ്. ബേബി കൗ ഉണ്ടോ? എവിടെ ബേബി കൗ? മാമി കൗ ഉണ്ട് അല്ലേ? ആ ബാബ ബ്ലാക്ഷിപ്പ് കൂടി ഫ്രണ്ട് ആണ് അല്ലേ? ഫ്രണ്ട്സ് ആണ് അവർ രണ്ടുപേരും. ഇത് ഹായ് പറയണു രണ്ടുപേരും. ഹായ് 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 അങ്ങനെയൊക്കെയോ ബാബ? അങ്ങനെയൊക്കെയോ? ബാബ എന്താ ചെയ്ത്? ബാബ എങ്ങനെയൊക്കെ എങ്ങനെയാക്കി? എത്ര കൗണ്ട് കൗണ്ട് ചെയ്യൂ? 1 2 എവിടെ ബോൾ? എവിടെ കണ്ടോ? മേലെ മേല് കണ്ടോ? ചെമ്മരിയാടിന്റെ മേലൊക്കെ കണ്ടത്? അതാണ് ബോൾ. ഇത് കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മള് തണുപ്പ് വരുമ്പോ ഡ്രസ് ഉണ്ടാക്കുക. ഈ ബോൾ കട്ട് ചെയ്തെടുക്കും, എന്നിട്ട് നമ്മള് ഡ്രസ് ഉണ്ടാക്കും. അതാണ് നമ്മളിടുക. തണുപ്പത്ത് നല്ല തണുപ്പാവില്ലേ? അപ്പൊ ഇത് കഴിഞ്ഞാൽ തണുക്കില്ല. ചെമ്മരിയാടാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യണം. താങ്ക് യു ഷീപ്പ്. അവിടെ എഴുതിയിട്ടുണ്ട് 2:30 ആകുമ്പോ മുട്ട പറക്കൽ പരിപാടികളുണ്ട്. കോഴിമുട്ട പറക്കുക. ഇത് പിഗ് ഹൗസസ്, പന്നിത്തൊഴുത്ത്. അതെ, നമ്മുടെ പശുത്തൊഴുത്ത് പോലെ ഇവിടുത്തെ പന്നിത്തൊഴുത്താണിത്. പന്നികളൊക്കെ പുറത്താ തൊഴുത്ത്. ഇതാ നോക്കല്ലടാ കരിങ്കണ്ണ. സോറി, അങ്ങനെയല്ലേ, നോക്കടാ കരിങ്കണ്ണ. ഇതാണ് ട്രാക്ടർ. എന്താ ട്രാക്ടർ? എങ്ങനെ പറയാ? ട്രാക്ടർ. ട്രാക്ടറിന്റെ മുകളിൽ കയറി ഫോട്ടോ എടുക്കണമെങ്കിൽ അതും ഉണ്ട് ഇവിടെ പരിപാടി. 1:40 ഇവിടെ വന്നു കഴിഞ്ഞാൽ ട്രാക്ടറിന്റെ ഉള്ളിൽ കയറിയിട്ട് ഫോട്ടോ എടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ കുട്ടി വീഡിയോ കോളിംഗ്വുഡ് ആനിമൽ ഫാമും ഇവിടെയുള്ള ചിൽഡ്രൻസ് ഫാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും ഇതുപോലത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു വീഡിയോകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അതുവരയ്ക്കും ബൈ ബൈ.